ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമ്മിൽ നിന്ന് പാപപ്പെട്ട അഗതികളായ അശരണരായ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഈദിന്റെ ഒരു പ്രത്യേകമായ സന്ദേശമാണ്. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഈദ് അനുസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് അതാ ഒരുപാട് കുട്ടികൾ അവിടെ സുന്ദരമായ രീതിയിൽ കളിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിന്റെ ആറടിയിലാണ്. അങ്ങനെ അവർ സന്തോഷിച്ചുകൊണ്ട് കളിക്കുന്ന സമയത്ത് അതാ ഒരു കുട്ടി മാത്രം മാറി നിൽക്കുന്നു. അവരുടെ കൂടെ കളിക്കാനില്ല, അവർ സന്തോഷിക്കാനില്ല, ഒരു നിലക്കും അവൻ അങ്ങോട്ട് നീങ്ങുന്നില്ല, ഒറ്റയ്ക്കിരിക്കുകയാണ്. ഈ ഒരവസ്ഥ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ കുട്ടിയോട് ചോദിക്കുന്നു, എല്ലാ കുട്ടികളും കളിക്കുമ്പോ, എല്ലാ കുട്ടികളും പുതിയ വസ്ത്രം ധരിച്ചപ്പോ എന്തേ മോനെ നീ ധരിക്കാതിരുന്നത്? ആ സമയത്ത് ആ കുട്ടി കുറച്ച് വിട്ടുനിൽക്കുകയാണ്. നിങ്ങൾ എന്തിനാ എന്റെ കാര്യം ചോദിക്കുന്നെന്ന രീതിയിൽ മാറി നിൽക്കുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും കുട്ടിയെ അടുപ്പിക്കുകയാണ്. കുട്ടിയോട് വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടുകൂടെയും ചോദിക്കുമ്പോ അവിടുന്ന് ആ കുട്ടി പറയുന്നു, എനിക്ക് ബാപ്പയില്ല, എനിക്ക് ഉമ്മയില്ല, എനിക്ക് വസ്ത്രം വാങ്ങിത്തരാൻ ആരുമില്ല, എനിക്ക് സന്തോഷമില്ലാത്ത രീതിയാണ്, ഞാൻ അനാഥനാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കുട്ടി എന്ന് പറയുമ്പോ ആ കുട്ടിയെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് നല്ല പുതിയ വസ്ത്രം ധരിപ്പിക്കുകയാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഓ ആയിഷ, ഈ കുട്ടിക്ക് പുതിയ വസ്ത്രം ധരിപ്പിക്ക്. അങ്ങനെ പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ വിടുമ്പോൾ ആ കുട്ടി ആ കളിസ്ഥലത്തേക്ക് പോവുകയാണ്, ആ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ആ കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്. എന്താ കാരണം? ആ കുട്ടിയോട് ചോദിക്കുന്നു, നിങ്ങളെക്കാൾ ഏറ്റവും വലിയ സന്തോഷവാൻ ഞാനാണ്. കാരണം എന്താണെന്നറിയോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ് എന്റെ പിതാവ്. അതാ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്റെ മാതാവ്. അതുകൊണ്ട് എന്നത്ര സന്തോഷിക്കാൻ നിങ്ങൾക്ക് അവസരമില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ ചേർത്ത് വെച്ചപ്പോൾ പാവപ്പെട്ടവരെ, അഗതികളെ, അനാഥരെ ചേർത്ത് വെക്കുക എന്നൊരു സന്ദേശം കൂടി പരിശുദ്ധമായിരിക്കുന്ന പെരുന്നാൾ സുദിനത്തില് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഞാനും അനാഥനും ഇതുപോലെയാണ് സ്വർഗത്തിലുണ്ടാവുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ വളരെ റാഹത്തോടുകൂടി നാം ഈദ് ആഘോഷിക്കുമ്പോ, വളരെ സന്തോഷത്തോടുകൂടി നാം ഈദ് ആഘോഷിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു നോക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുൻപത്തെ സമൂഹത്തിന്റെ ചരിത്ര പാഠങ്ങൾ നിരന്തരം നമ്മോട് പറയുന്നത്, അതേ സാഹചര്യം നേരിടേണ്ടി വന്നാലും, എന്ത് തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും പതറാതിരിക്കാൻ നമുക്ക് കഴിയണം. അതിജീവനത്തിന്റെ പാതകൾ കണ്ടെത്താനാണ്. അതെ, ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ മുമ്പിൽ കൊറോണ വന്നു, അതുപോലെ നിപ്പ വൈറസ് വന്നു, അതുപോലെ ഡെങ്കി വന്നു, പല രോഗങ്ങളും വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴും അതിലൊക്കെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വർഗമെന്ന് പറയുന്ന ഭവനം അവർക്കുള്ളതാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. തോറ്റുകൊടുക്കില്ല എന്ന ഉറക്കെ പ്രഖ്യാപിക്കാനാണ് നാം തയ്യാറാവേണ്ടത്. അതുകൊണ്ടാണ് ഫലസ്തീൻ മക്കളെ നിങ്ങൾ കണ്ടില്ലേ, എത്ര പ്രതിസന്ധികൾ, എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അവരുടെ ചെറിയ കുട്ടികളിലടക്കം അതേ ബേജാറില്ല, അതേ ക്ഷമയാണ് അവർക്കുള്ളത്. എന്താ കാരണം? അവർ ഉറച്ച വിശ്വാസത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ സഹായമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് അവർക്ക് പതറാനില്ല, പേടിക്കാനില്ല. അതാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദിന്റെ പെരുന്നാളിന്റെ ഖുതുബയുടെ ലാസ്റ്റ് പഠിപ്പിച്ചത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ യഥാർത്ഥമായി നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, എല്ലാം അള്ളാഹുവിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫിർഔന്റെയും മൂസാ നബിയുടെയും ചരിത്രമെടുത്ത് നോക്കുമ്പോ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമെടുത്ത് നോക്കുമ്പോ, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമെടുത്ത് നോക്കുമ്പോ, ലോകത്തുള്ള 1,02,24,000 പ്രവാചകന്മാരെ ലോകത്തേക്ക് അയക്കപ്പെട്ടപ്പോ ഓരോ പ്രവാചകന്മാരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുർസലിങ്ങളിൽപ്പെട്ട ഏറ്റവും ഉന്നതമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങൾ എന്താണ്, അവർ ക്ഷമിച്ചതെങ്ങനെയാണ്. ഈ രീതിയിൽ ക്ഷമ പാലിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥമായ സ്വർഗമെന്ന് പറയുന്ന ഭവനം അവർക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുകയാണ്. അറിയുമോ, ലോകത്തിന്റെ 7 രാജ്യങ്ങളെ ഭരിച്ചിരുന്ന അൽ ഹാഫിള് മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു 7 രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന രാജാവാണ് അംഫദി എന്നവര്. അതേ 7 രാജ്യങ്ങൾ ഭരിക്കുമ്പോഴും അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കിയ മഹാനാണ്. ഖുർആൻ മുഴുവനും ഹൃദയസ്ഥമാക്കിയ മഹാനാണ്. ആ മഹാൻ ഒരിക്കൽ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഅ വതുഇമ്മൻ തശാഅ തൻസിൽ മുൽക മിമ്മൻ തശാഅ എന്ന ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സംശയം വരികയാണ്. ഈ രാജ്യത്തിന്റെ അധിപതിയായ എന്റെ രാജാധികാരം എങ്ങനെയാണ് രക്ഷപ്പെടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക, അല്ലാഹുവാണ് രാജാധികാരം തരുന്നത്, അല്ലാഹുവാണ് രാജാധികാരം എടുത്തു മാറ്റുന്നതും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് രാജാധികാരം നൽകുന്നു, അവർ ഉദ്ദേശിക്കുന്നവരുടെ രാജാധികാരം ഭരണങ്ങൾ അല്ലാഹു മാറ്റുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞപ്പോ ഈ ആയത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു സംശയം വരികയാണ്. സംശയം വരുന്ന സമയത്ത് തന്നെ പിറ്റേ ദിവസം ആ രാജ്യത്തിന്റെ രാജ്യസഭയില് അദ്ദേഹം കുളിക്കാൻ വേണ്ടി മുണ്ടുമുടുത്ത് എണ്ണയൊക്കെ തേച്ച് വളരെ റാഹത്തായി ഇരിക്കുന്ന സമയത്ത് അതാ അടിഭാഗത്ത് നിന്ന് പ്രജകളുടെ ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം? ആകെ കോലാഹലമാണ്, ആകെ പേടിച്ച് വറച്ച രീതിയിലുള്ള ശബ്ദമാണ്. എന്താണത്? അതാ രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ പുലിയിറങ്ങിയിരിക്കുകയാണ്. പുലിയിറങ്ങിയത് കണ്ട് അവർ ബേജാറായിരിക്കുകയാണ്. ഒരു വൃദ്ധനായ മനുഷ്യൻ മഹാനായിരിക്കുന്ന മഹ്മൂദുൽ അംഫദിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, ഇതാ പുലി ഇറങ്ങിയിരിക്കുകയാണ്. ആ പുലി എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ്. ഇത്രയും സൈന്യങ്ങളില്ലേ, അവർ ആ പുലിയെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും പേടിച്ച് പിന്മാറിയിരിക്കുകയാണ്. ആ സമയത്ത് ഹാഫിള് മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. പുലിയുടെ മുമ്പിലേക്ക് വരികയാണ്. കുളിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്താണ്. അതേ വേഷത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത്. മഹ്മൂദുൽ അംഫദി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുലിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ പുലിയൊരു ഗർജനമാണ്. പെട്ടെന്ന് അംഫദി മുന്നോട്ടെടുത്ത് വെച്ച കാല് പിന്നോട്ട് വെക്കുകയാ.
അങ്ങനെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവരെ അവിടെ നിന്ന് പേടിക്കുകയാണ്. ഈ സമയത്ത് പേടിക്കാതെ രാജാവിന്റെ കിങ്കരന്മാർക്കും അതുപോലെ അവരുടെ സൈന്യങ്ങൾക്കുമൊന്നും തോൽപ്പിക്കാനും കഴിഞ്ഞില്ല. അംഫദി, ഞാൻ ഈ പുലിയെ പിടിച്ചുകൊണ്ടുവരുമെന്ന് പറയുകയാണ്. ആ പുലിയത അവിടുന്ന് ഓടുമ്പോ മഹാനായിരിക്കുന്ന മഹ്മൂദുൽ അംഫദി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ആ അദ്ദേഹത്തിന്റെ വൃദ്ധനോട് പറയും, എന്റെ കുതിരനെ കൊണ്ടുവരൂ. അങ്ങനെ കുതിരനെ കൊണ്ടുവരികയാണ്. ആ കുതിരയെയും കൊണ്ട് ഈ പുലിയുടെ പിന്നാലെ പോവുകയാണ്. പിന്നാലെ പോയി ഒരുപാട് തെരഞ്ഞു നാലുപാടും ചുറ്റി, എവിടെയും പുലിനെ കാണാനില്ല. സമയം വളരെ ഇരുട്ടി. ആ സമയത്ത് വളരെ അദ്ദേഹം ക്ഷീണിതനാണ്. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ഒരു മരത്തണലിൽ കുതിരനെ വെച്ചുകൊണ്ട് കുറച്ച് ദൂരത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വിശ്രമിക്കാൻ കിടക്കുകയാണ്. അങ്ങനെ വിശ്രമിക്കാൻ കിടന്ന സമയത്താണ് അവിടെ നിന്ന് ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ രാജസ്ഥാനവും കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിയ വിവരം പോലും പുലിയുടെ പിന്നാലെ ഓടിയത് കൊണ്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത രാജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണെങ്കിലോ അവിടുത്തെ രാജാവിന്റെ മകളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു മോഷ്ടാവ് കട്ടുകൊണ്ടുപോയിരിക്കുന്നു. ഈ സമയത്താണ് മഹ്മൂദുൽ അംഫദി അവിടെ ചെന്നുപെടുന്നത്. മുണ്ടിലാണല്ലോ വേഷം, മുണ്ടിലാണ്, കുളിക്കാനിറങ്ങിയതാണല്ലോ. ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ രാജാവിന്റെ കിങ്കരന്മാർ നാലുപാടും ഓടുകയാണ്. എല്ലാ ഭാഗത്തും നോക്കി അവസാനം എവിടെയും സ്വർണമോ മോഷ്ടാവിനെയോ കാണാനില്ല. രാജാവിന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, മോഷ്ടിച്ച ആളെയും മോഷ്ടിച്ച സാധനവും കാണാനില്ല. വീണ്ടും അദ്ദേഹം പറഞ്ഞു, കാട്ടിലേക്കൊക്കെ പോയി തെരയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാട് മുഴുവനും തെരയുകയാണ്. അവസാനം ഒരു ഭാഗത്ത് നിന്ന് ഈ പെണ്ണിന്റെയും രാജാവിന്റെ മകളുടെ സ്വർണ്ണാഭരണം ലഭിക്കുകയാണ്. സ്വർണ്ണാഭരണം ലഭിച്ചെന്ന് മാത്രമല്ല, അടുത്ത് തന്നെ അതാ വിട്ടുകുറച്ചൊരു മനുഷ്യനോടെ കടന്നിറങ്ങുന്നു. ഈ മനുഷ്യനായിരിക്കും ഈ സ്വർണ്ണാഭരണം മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഈ മഹ്മൂദുൽ അംഫദി എന്ന് പറയുന്നവരെ ഈ രാജാവിന്റെ സൈനികന്മാർ പിടിക്കുകയാണ്, തട്ടുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. എന്താണ്, ഈ നാട്ടിലൊരു സ്വർണം പോയിട്ടുണ്ട്. ആ സ്വർണം ഇവിടെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ മോഷ്ടാവ് നീയാണ്. അതുകൊണ്ട് നിന്നെ എന്റെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് മഹ്മൂദുൽ അംഫദി പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിന്റെ അധിപതിയായ രാജാവാണ്. ഇവിടുത്തെ രാജാവിന് എന്നെ മനസ്സിലാകും. ഇവിടുത്തെ രാജാവിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കൂ. ആ സമയത്ത് സൈനികന്മാർ പറഞ്ഞു, ഇല്ല. അങ്ങനെ അവിടുന്ന് മഹ്മൂദുൽ അംഫദിയെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ്, തുറങ്കിലടക്കുകയാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ്. മാത്രമല്ല അദ്ദേഹം മോഷ്ടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇരുകരങ്ങളും ഛേദിക്കപ്പെടുകയാണ്, മുറിക്കപ്പെടുകയാണ്. അതാണല്ലോ ശിക്ഷ. കട്ടാൽ കള്ളന്റെ കൈമുറിക്കുക എന്നുള്ളതാണ് ശിക്ഷ. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കി അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ അല്ലാഹുവിനോട് ദുആ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനം അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ആ മഹ്മൂദുൽ അംഫദി എന്ന് പറയുന്നവരെയാണ് ഈ രാജാവിന്റെ മകളെ രാജാവ് കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഖുർആൻ മുഴുവനും ഹൃദയസ്ഥമാക്കണം, ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കണം. കാരണം രാജ്യത്തിന്റെ അധിപതിയായ രാജാവ് ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കെട്ടാൻ നീ താല്പര്യമുണ്ടെങ്കിൽ ആ രാജാവ് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയതുപോലെ നീയും ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന് പറയുകയാണ്. അവസാനം അവിടുന്ന് ഈ പെണ്ണ് ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 17 വയസ്സായ സുന്ദരിയായ പെണ്ണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിനെ നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ആ ഉസ്താദ് ജയിലിന്റെ ഭാഗത്തു കൂടിയാണ് വരേണ്ടത്. അങ്ങനെ ജയിലിന്റെ ഭാഗത്തേക്ക് കൂടി വരുമ്പോ അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ സുന്ദരമായ ശൈലിയിലുള്ള ഓത്ത് കേൾക്കുകയാണ്. ആ ഓത്ത് കേട്ടപ്പോ അവിടെ അദ്ദേഹം നിൽക്കുകയാണ്. ഈ ഓത്തിന്റെ മാസ്മരിക ശക്തി കൊണ്ട്, ഖുർആനിന്റെ മാസ്മരിക ശക്തി കൊണ്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ കുറെ നേരം കേട്ടു നിന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ മകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പോകുന്നത്. കുറെ ദിവസം ഇങ്ങനെ നേരം വൈകി വരുന്നത് കണ്ടപ്പോ ഉസ്താദിനോട് രാജാവിന്റെ മകള് ചോദിച്ചു, അല്ലയോ ഉസ്താദെ, ദിവസവും നിങ്ങൾ നേരം വൈകി വരികയാണല്ലോ,
അറിയണമല്ലോ. ഈ കാരണം അറിഞ്ഞിട്ടേ ഇനി എനിക്ക് ഖുർആൻ ഓതി തരേണ്ടതുള്ളൂ, എന്നാൽ മാത്രമേ ഞാൻ ഖുർആൻ പഠിക്കൂ എന്ന് പറഞ്ഞപ്പോ ആ മകളോട്, ആ രാജാവിന്റെ മകളോട്, ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഒരു രഹസ്യം. ഞാൻ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി, പരിശുദ്ധമായ ഖുർആനിന്റെ ജയിലിന്റെ ഉള്ളിൽ നിന്നൊരു വ്യക്തി ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. അങ്ങനെ ഞാൻ ദിവസവും കേട്ടപ്പോ അതിന്റെ മാസ്മരിക ശക്തിയിൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് നേരം വൈകിയതാണ്. അങ്ങനെ ഞാനങ്ങ് ചെന്നു നോക്കുമ്പോ ആ ജയിലിന്റെ ഉള്ളിലുള്ള പ്രതിയാണെങ്കിലോ 2 കൈകളും ഛേദിക്കപ്പെട്ട മഹാനാണ്. പക്ഷേ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഈ വ്യക്തി ഒരിക്കലും കള്ളനല്ല എന്ന കാര്യം ഉറപ്പാണ് എന്ന് ഈ ഉസ്താദിന് മനസ്സിലായ വിവരം ഈ മകളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇരിക്കട്ടെ, ഈ പരിശുദ്ധമായ ഖുർആൻ ഈ മനഃപ്പാഠമാക്കി ഈ മഹാനായിരിക്കുന്ന മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ മകൾ രാജാവിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയുന്നു, ഉസ്താദിനോട് ഇന്ന് മുതൽ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറയുകയാണ്. അങ്ങനെ മകളുടെ കൽപ്പന അനുസരിച്ച് രാജാവിനോട് ഉസ്താദ് പറഞ്ഞു, ഇനി നാളെ മുതൽ പഠിപ്പിക്കാൻ എന്നോട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളികളൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സാലറിയും വാങ്ങി അദ്ദേഹം പോവുകയാണ്. മഹാനായിരിക്കുന്ന മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു ഈ രാജകൊട്ടാരത്തിൽ ഇവിടെ ഈ കൊട്ടാരത്തിന്റെ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ നല്ല സുന്ദരമായ ശൈലിയിൽ ഓതുന്നൊരു തടവുകാരനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അദ്ദേഹത്തിന് ഈ പെണ്ണിന്റെ മകളോട് അതിയായ സ്നേഹമുണ്ടായതുകൊണ്ട് രാജാവ് അതിന് സമ്മതിച്ചു. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒരു ദിവസം അദ്ദേഹം ക്ഷീണത്തിൽ ഇങ്ങനെ കടന്നുറങ്ങുകയാണ്. ഉറങ്ങി അദ്ദേഹം മകള് വന്നു ഖുർആൻ ഓതാൻ വേണ്ടി നോക്കുമ്പോ മഹാനവറുകൾ ക്ഷീണത്തിൽ ഉറങ്ങിയിരിക്കുകയാണ്. തട്ടി വിളിച്ചു, എന്താണ് ഒരു പ്രയാസം മുഖത്ത് കാണുന്നത്? ആ സമയത്താണ് മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു കുറെ സമയമൊന്നും കാര്യം പറഞ്ഞില്ല. അവസാനം ഈ കാര്യം പറയുകയാണ്, ഇന്ന വ്യക്തിയാണ് ഞാൻ, ഈ 7 രാജ്യത്തിന്റെ അധിപതിയായ മഹ്മൂദുൽ അൻഫദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ. എന്നെ മോഷ്ടാവായി തടവറയിൽ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവരം ആരോടും പറയരുതെന്ന് മകളോട് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി പഠിക്കുകയാണ്. അങ്ങനെ രാജാവിന്റെ അടുക്കലേക്ക് പോകുന്നു. ഇനി എനിക്ക് ഖുർആൻ പഠിക്കേണ്ടതില്ല, എന്റെ പഠനം ഞാൻ നിർത്തിയിട്ടുണ്ട്. എന്താ കാരണമെന്ന് ചോദിച്ചു. ഈ ജയിലിലുള്ള ഈ ആളെയാണ് എനിക്കിഷ്ടം, എനിക്ക് ഇയാളെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് പറയുന്നു. അവസാനം അദ്ദേഹം പരിശുദ്ധമായ ഈ കല്യാണത്തിനൊക്കെ രാജാവ് സമ്മതിച്ചു. ആ രാജാവ് സമ്മതിച്ചെന്ന് മാത്രമല്ല, കല്യാണത്തിന്റെ തലേന്ന് രാത്രിയില് ഈ വിവരം മഹ്മൂദുൽ അൻഫദിയെ അറിയിക്കുകയാണ്. അറിയിച്ച സമയത്ത് അവിടുന്ന് മഹാനായിരിക്കുന്ന മഹ്മൂദുൽ അൻഫദി സുന്നത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കരിച്ച അവിടെ നിന്ന് ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തു. അവിടുന്ന് ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും വിഷയങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കൈയിനൊരു തടവൽ കൊടുക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് നെട്ടിയുണർന്നപ്പോ അദ്ദേഹത്തിന്റെ 2 കൈകളും മുറിക്കപ്പെട്ട 2 ഛേദങ്ങളും റെഡിയായിരിക്കുന്നു, റാഹത്തായിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം പുതിയാപ്പിളക്കുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കുന്നു. അതൊക്കെ മാറ്റി വളരെ റാഹത്തായി നിൽക്കുന്ന സമയത്താണ് ആരാണ് ഈ ജയിലിന്റെ ഉള്ളിലുള്ള ആളെ കാണണമല്ലോ, പുതിയാപ്പിള്ള കാണണമല്ലോ. അങ്ങനെ ആ രാജാവ് ഈ ജയിലറയിലേക്ക് വന്ന് പുതിയാപ്പിള്ള കൊണ്ടുവരാൻ പോകുമ്പോ ഈ രാജാവിനെ കാണുകയാണ്. അവിടുന്ന് ആകെ സങ്കടപ്പെടുകയാണ്. മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു ഈ രാജാവിന്റെയും രാജാവാണ്, ഈ 7 രാജ്യത്തിന്റെയും അധിപതിയായ രാജാവാണ്. മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ആകെ ബേജാറായി. കാര്യങ്ങൾ പറഞ്ഞു, ക്ഷമാപണം ചോദിച്ചു, എല്ലാം കഴിഞ്ഞു. ഈ സമയത്ത് മഹ്മൂദുൽ അൻഫദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രശ്നമില്ല, കാരണം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവരുടെ കല്യാണമൊക്കെ റാഹത്തായി നടന്നു. അദ്ദേഹത്തിന്റെ കല്യാണങ്ങളും മറ്റുമൊക്കെ നടന്നു. അപ്പൊ ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണത്തിൽ പതറാതെ صلى الله عليه وسلم
وسلم